ജാപ്പനീസ് ലേബർ സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം ഒരാഴ്ചയിൽ 40 മണിക്കൂറാണ് ലീഗൽ വർക്കിംഗ് അവേഴ്സ് ആയിട്ട് വരുന്നത്. അതായത് 5 days വർക്ക് കൾച്ചറാണ്. 6 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള ജോലിയുള്ള സമയത്ത് ഏറ്റവും കുറഞ്ഞത് 45 മിനിറ്റ് ബ്രേക്കും 8 മണിക്കൂറോ അതിൽ കൂടുതൽ ദൈർഘ്യമോ ഉള്ള ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് 60 മിനിറ്റ് ബ്രേക്കും കൊടുക്കണം എന്നാണ് റൂള്. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും ഓഫ് കൊടുത്തിരിക്കണം. അതിനെ സ്റ്റാറ്റ്യൂട്ടറി ഹോളിഡേ എന്നാണ് പറയുക. ആഴ്ചയിൽ ഒരു ദിവസം കമ്പൽസറി ഓഫ് ആയിരിക്കും. ശരിക്കും 2 ദിവസമാണ്, പക്ഷേ ഡിപ്പെൻസ് ഓൺ ഏത് ഇൻഡസ്ട്രീനനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഓഫ് ആയിരിക്കണം. ഒരു മാസത്തിൽ 4 ദിവസം ഏറ്റവും കുറഞ്ഞത് ഓഫ്. അതാണ് റൂള്. അഗ്രികൾച്ചറിനും ഫിഷറീസിലും ചിലപ്പോൾ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം എന്നില്ല, കാരണം ഈ ഒരു ഇൻഡസ്ട്രിയുടെ സ്വഭാവം വെച്ചിട്ട്. എന്നാലും പരമാവധി ഇതിനനുസരിച്ച് ചെയ്യണമെന്നാണ് ലോ പ്രകാരം പറയുന്നത്. ഓവർ ടൈം, അതായത് ഒരാഴ്ചയിൽ 40 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 41 മണിക്കൂർ തൊട്ട് മിനിമം വേജിൻ്റെ 25% കൊടുത്തിരിക്കണം. അതാണ് ഓവർ ടൈം പേ. അതാണ് റൂള്. ഓരോരോ പ്രിഫെക്ചറിനും ഓരോരോ മിനിമം വേജ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എന്തായാലും കിട്ടിയിരിക്കണം. അത് കിട്ടിയോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഈ സ്റ്റാറ്റ്യൂട്ടറി ഹോളിഡേയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഓഫാണ്, അന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 35% എക്സ്ട്രാ കൊടുക്കണം എന്നാണ് റൂള്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ്, രാത്രി 10 മണി തൊട്ട് രാവിലെ 5 മണി വരെയുള്ള ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും 25% എക്സ്ട്രാ കൊടുക്കണം. ഒരു മാസത്തിൽ 60 മണിക്കൂറിൽ കൂടുതൽ ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ, ഓവർ ടൈം ആണ് ട്ടോ, ഒരു മാസത്തിൽ 60 മണിക്കൂറിന് കൂടുതൽ വരുവാണെങ്കിൽ ആ 60 മണിക്കൂർ കഴിഞ്ഞിട്ട് 61ാമത്തെ മണിക്കൂർ തൊട്ടുള്ളതിന് 50% എക്സ്ട്രാ കൊടുക്കണം എന്നാണ്. ഇനി ആനുവൽ പെയ്ഡ് ഹോളിഡേയ്സിലേക്ക് വരികയാണെങ്കിൽ 6 മാസം തുടർച്ചയായിട്ട് 80% അറ്റൻഡൻസോട് കൂടി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 ദിവസത്തെ പെയ്ഡ് ലീവിന് എലിജിബിൾ ആണ്. അതിൽ 5 എണ്ണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അത് റൂളാണ്. ജപ്പാൻകാരെ നിങ്ങൾ നോക്കണ്ട, ഇവന്മാർ പണിയെടുക്കാൻ വേണ്ടി ഉണ്ടായവന്മാരാണ്, ചിലപ്പോൾ ഒന്നും എടുക്കത്തില്ല. എൻ്റെ കഴിഞ്ഞ ഒരു കൊല്ലം ഞാൻ ഒരു കൊല്ലം പണിയെടുത്തിട്ടുള്ളൂ. കൃത്യമായിട്ട് 10 എണ്ണം ഞാൻ അവസാനിച്ച് എല്ലാം എടുത്ത് തീർത്തിട്ടാണ് വന്നത്. പിന്നെ ഈ പെയ്ഡ് ഹോളിഡേയ്സ് നിങ്ങൾക്ക് പനി വരുമ്പോൾ എടുക്കാനുള്ളതോ പണിയില്ലാത്ത സമയത്ത് എടുക്കാനുള്ളതോ അല്ല, അത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങളുടെ കൺവീനിയൻസിനും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കമ്പനിയുടെ സൗകര്യത്തിന് തോന്നുമ്പോൾ എടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പക്ഷെ അതേ സമയത്ത് നാളെ ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം പോയി ചോദിക്കരുത്, അതും ശരിയല്ല. 3 തരത്തിലാണ് വേജ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അവർലി വേജ്, ഡെയിലി വേജ്, മന്ത്ലി വേജ്. ഇപ്പോൾ എനിക്ക് മന്ത്ലി വേജാണ്. സോ എങ്ങനെ അത് കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ, അവർലി വേജ് ആണെങ്കിൽ അത് ഈ ഓരോ പ്രിഫെക്ചറിനുള്ള മിനിമം വേജിനോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയിരിക്കണം. ഡെയിലി വേജ് ആണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടാണോ പെയ്ഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങളുടെ വേതനം ഹരിക്കണം എത്ര മണിക്കൂർ നിങ്ങൾ പണിയെടുത്തെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ 1 മണിക്കൂറിലെ മിനിമം വേജ് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ആ ഒരു മിനിമം വേജ് നിങ്ങൾ താമസിക്കുന്ന പ്രിഫെക്ചറിൻ്റെ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ചുമ്മാ അടിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ കഗോഷിമയിലാണ്. കഗോഷിമ പ്രിഫെക്ചർ മിനിമം വേജിന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് മന്ത്ലി വേജാണ്. ഒരു മാസം ഞാൻ 174 മണിക്കൂറാണ് പണിയെടുക്കേണ്ടത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ ഒരു ഗ്രോസ് സാലറി ഉണ്ടാവുമല്ലോ ഓഫർ ലെറ്ററിലുള്ളത്, അത് ഡിവൈഡഡ് ബൈ ഇത്ര മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഈ മന്ത്ലി റേറ്റ്, അതായത് എൻ്റെ ഗ്രോസ് സാലറി ഡിവൈഡഡ് ബൈ ഒരു മാസം ഞാൻ പണിയെടുക്കേണ്ട നിശ്ചിത മണിക്കൂറുകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഈ ഒരു ഡെയിലി വേജ് അല്ലെങ്കിൽ ഈ ഒരു അവർലി വേജ് നമുക്ക് കിട്ടും. അത് എപ്പോഴും ഈ പ്രിഫെക്ചർ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് നിശ്ചിത മിനിമം വേജിൻ്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അതങ്ങനെ അവനെ പാടും. കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഈ അടുത്ത SSWയിൽ വന്ന കുറച്ച് ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ ഞാൻ ഓഫർ ലെറ്റർ കണ്ടായിരുന്നു. സോ അതിൽ കണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അതിൽ കൊടുത്തേക്കണത് വീക്ക്ലി വർക്കിംഗ് അവേഴ്സ് 48 hours എന്നാണ്. സോ അത് 6 ദിവസം ജോലി എന്ന് പറഞ്ഞിട്ടാണ് ആ കോൺട്രാക്റ്റ് ആദ്യമേ തന്നെ എഴുതി പിടിപ്പിച്ചേക്കണത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, 48 മണിക്കൂറാണ് ഒരാഴ്ച. ശരിക്കും ലീഗലി ആ 40 കഴിഞ്ഞിട്ടുള്ള 8 മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം ആയിട്ടാണ് കിട്ടേണ്ടത്. 25% എക്സ്ട്രാ കിട്ടണം. ശരി പോട്ടെ, അത് നമ്മളൊരു മന്ത്ലി വേജ് ആയിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഗ്രോസ് സാലറി നോക്കുമ്പോൾ അത് മാച്ച് ആവുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയണത്, നാട്ടിൽ നിന്ന് കണ്ണും പൂട്ടി അത് ഇതൊക്കെ ഒപ്പിട്ടിട്ട് ഇങ്ങോട്ട് കയറി പോരരുത്. നാട്ടിൽ നിന്ന് നിങ്ങളെ കയറ്റിവിടാൻ ഫ്രോഡുകൾ ഉണ്ടാവും, ഇവിടെ നിങ്ങളെ കൈനീട്ടി സ്വീകരിക്കാനും ഫ്രോഡുകളുണ്ട്. ഇന്ത്യ പോലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ജപ്പാൻകാർ SSW അല്ലെങ്കിൽ TATP എന്ന് പറഞ്ഞ വിസയിൽ ആൾക്കാരെ എടുക്കുന്നത് ജപ്പാൻകാർക്ക് പുണ്യം കിട്ടാനോ ഇന്ത്യക്കാർക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജാപ്പനീസ് പഠിച്ചത് കൊണ്ടോ അല്ല. കാരണം വി ആർ ചീപ്പ്.
ഞാനും നിങ്ങളും SSWTTPയിലുള്ള എല്ലാവരും നമ്മൾ ചീപ്പ് ലേബറാണ്. കഴിഞ്ഞ കൊല്ലം അവരുടെ PM തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഓപ്പണായിട്ടും ഭയങ്കര ബോൾഡായിട്ടും. സോ ഇവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല എടുക്കുന്നത്. ഒരു ജാപ്പനീസ് ഒരു പ്രിഫെക്ചറിൻ്റെ മിനിമം വേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസിന് കിട്ടില്ല, ആരും വരത്തില്ല. ഇപ്പോൾ ഇവിടെ ഈ പ്രിഫെക്ചറിൻ്റെ മിനിമം വേജ് 1026 കഴിഞ്ഞ നവംബർ 2025 പുതുക്കിയ നിയമം വന്നപ്പോൾ മിനിമം വേജ് 1026 എന്നാണ്. ഒരു മണിക്കൂറിൽ ഒരു ജോലിക്ക് ഏതൊരു അൺസ്കിൽഡോ ഏറ്റവും മിനിമം ഈ ഒരു പൈസ കൊടുത്തിരിക്കണം. പക്ഷേ ഈ ഒരു പൈസയ്ക്ക് ഒരു ജപ്പാൻകാരന് കിട്ടില്ല. ഒരു കലാപരമായിട്ട് ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ പോലും, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവനാണെങ്കിൽ പോലും ഈ പൈസയ്ക്ക് വരത്തില്ല. ഏറ്റവും കുറഞ്ഞത് 1250 yen അല്ലെങ്കിൽ 1300 yen ഏറ്റവും കുറഞ്ഞത് കൊടുത്താലേ ഒരു ജാപ്പനീസിന് ഇവിടെ പണിക്ക് കിട്ടുള്ളൂ ഒരു മണിക്കൂർ. ആ സമയത്താണ് പുറത്തുനിന്ന് ഒരുത്തൻ ലാംഗ്വേജ് പഠിച്ച് ഈ എക്സാമൊക്കെ പാസ്സായിട്ട് ഈ മിനിമം 1026 റേറ്റിന് പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് വിദേശത്തു നിന്ന്, വേറൊരു രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. സോ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. ഇവിടെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ടാവും. അതുപോലെ നാട്ടിൽ നിന്ന് നിങ്ങളെ കയറ്റിവിടാൻ കുറേ ഫ്രോഡുകളുണ്ടാവും. സോ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ വന്നിട്ട് പണിയെടുക്കണം നിങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ അടച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. സോ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വയ്ക്കുക, ചോദിക്കുക. ഇങ്ങനെ അണ്ടർ പെയ്ഡ് ആണെങ്കിൽ അങ്ങനെ പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല. പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പൈസ കിട്ടിയിരിക്കണം. ടൈം ഈസ് മണി അല്ലേ? ആരും ചാരിറ്റി ചെയ്യാനോ ഫ്രീ ആയിട്ട് പണിയെടുത്ത് കൊടുക്കാനോ, ഈ ജപ്പാൻകാർക്ക് പുണ്യം ചെയ്യാനല്ല ഇവിടെ വന്നേക്കണത്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് വന്നേക്കണത്. സോ ഇവിടുത്തെ ലോസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അറിയാവുന്നവരോടൊക്കെ ചോദിക്കുക. മണ്ടന്മാരായിട്ട് അണ്ടർ പെയ്ഡ് ആവേണ്ടിയിരിക്കുക, എന്നിട്ട് മെസ്സേജ് അയക്കും സാലറി ഒന്നും ഇല്ല ബ്രോ, ഭയങ്കര കുറവാണ്, 10 മാനം 11 മാനം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരിക. നല്ലൊരു ലൈഫ് ഇവിടെ ഉണ്ടാവട്ടെ. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വന്നിട്ട്. സോ ഇതൊക്കെ കോൺട്രാക്റ്റൊക്കെ ഒപ്പിടുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശരിക്കും അന്വേഷിച്ച് എന്തൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെൻസസ്, എന്തൊക്കെയാണ് റൂൾസ്, ഡിഡക്ഷൻസ് എത്രയാണ്, ഇതൊക്കെ കറക്റ്റായിട്ട് പോകേണ്ട അടുത്തേക്ക് പോകുന്നുണ്ടോ, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.